അപ്പോൾ നാഷണൽ പാർക്ക്, മുംബൈ നാഷണൽ പാർക്ക് എപ്പിസോഡ് നമ്പർ 2. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഹിൻ്റൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പോൾ ഹിൻ്റ് നമുക്കൊന്ന് പൊട്ടിക്കല്ലേ എന്താണെന്നുള്ളത്. നമുക്ക് ഈ ഹിൻ്റ് എവിടെ നിന്ന് പൊട്ടിക്കാം? ഒരു മൂലയ്ക്ക് നിന്ന് പൊട്ടിക്കണോ, അതോ ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ കൊടുക്കണോ? അതായിരിക്കും ഭംഗിയല്ലേ. എന്തിനു വെറുതെ സർപ്രൈസ് കൊടുത്തത് അല്ലേ? അത്രയധികം സാധനങ്ങളുണ്ട് ഇവിടെ കാണിക്കാനായിട്ട്. ദിസ് ഈസ് വൺ ഓഫ് ദി ഡെസ്റ്റിനേഷൻ ഇൻ മുംബൈ നാഷണൽ പാർക്ക്. നൈസ് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലം നമ്മളങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പോകണം. നിങ്ങൾക്ക് ഇറങ്ങണം മനസ്സിലാവണ്ടേ? എന്നെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങണം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇറങ്ങണം തന്നെ കാണിക്കണം. സോ ദിസ് ഈസ് എ വേ ടു എ സ്മോൾ വാട്ടർഫാൾസ്. ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്ന ഒരു രസമുള്ള സാധനമുണ്ട്. പക്ഷേ അങ്ങനെ ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ മുക്കും മൂലയും തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഞാണുമക്കളി കണ്ടാ എന്താ ഇന്നലെ ഇച്ചിരി മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം ഇവിടെ വരെ കിടപ്പുണ്ട്. അത്ര തന്നെ. അതിപ്പോൾ നമ്മൾ ഇതിൽ കൂടെ മുഴുവൻ ചവിട്ടി അപ്പുറത്തേക്ക് എത്തി കാണിക്കാൻ വല്ലതും ഉണ്ടോയെന്ന് നോക്കണേ. ആകെ കുച്ച് ജംഗൽ കെ ഊപ്പർ അജയ് മാഡം ആകെ കുച്ചേ നെയ്. അപ്പോൾ അവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് വലുതായിട്ടൊന്നും കാണിക്കാനില്ല. പിന്നെ അതിൻ്റെ താഴേക്ക് വലിച്ചു വരെ ഇറങ്ങിയാൽ ആകെപ്പാടെ നമ്മൾ ഇത്രയും നാൾ കണ്ട വെള്ളച്ചാട്ടം വെച്ചൊക്കെ നോക്കുമ്പോൾ ഇത് വേറെ ഒന്നുമില്ല. പക്ഷേ വെള്ളത്തിൽ ചവിട്ടാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. പക്ഷേ നമ്മളിവിടെ നിന്ന് ഇത് കാണിക്കും. ഇതിൻ്റെ അടുത്തൊരു ഫ്ലാറ്റാണ്. നാഷണൽ പാർക്കിന് തൊട്ട് പുറകിലുള്ള ഫ്ലാറ്റാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. നൈസല്ലേ നോക്കി. എന്താ അവിടെ ഒരു കൊക്ക് മോനിരിപ്പുണ്ട്. കിട്ടുമെന്ന് നോട്ടെ. എവിടെ അവൻ? യെസ്, അവനിങ്ങനെ മീൻ വെള്ളം കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി ഒറ്റക്കാലിലിങ്ങനെ ഇരിക്കുകയാണ് ആശാൻ. അവനത്തെ ഇന്നത്തെ ഇര കിട്ടിയാൽ അവന് ഭാഗ്യം. നമ്മൾക്ക് നല്ല ലൊക്കേഷൻ കിട്ടിയാൽ നമ്മൾക്ക് ഭാഗ്യം. റൈറ്റ്? നൈസല്ലേ? നൈസല്ലേ നോക്കി. ഇനി അടുത്തൊരു വ്യൂവിലേക്ക് അങ്ങോട്ട് പോകാം. നേരെ കണ്ട നമ്മളിങ്ങോട്ട് വന്നത് ഈ വ്യൂ കാണിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് അറിയിക്കാനാണ് ഞാൻ അങ്ങോട്ട് ഒരു ഷോട്ട് ആദ്യം തന്നെ ഇട്ട് വെച്ചത്. അതായത് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫോർഗ്രൗണ്ടിലൂടെ നമ്മുടെ ലവന്മാരൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന സ്ഥലം. കുട്ടികളെ കൊണ്ട് വന്ന് നല്ല അടിച്ച് പൊളിച്ച് അവന്മാർ എൻജോയ് ചെയ്യും. വലിയവർക്ക് എന്താ, കുട്ടികളാവാൻ പാടില്ലേ? ഓരോ ഡയലോഗുകൾ. എന്നെക്കൊണ്ട് ഞാൻ തോറ്റ്. തലേ കളാം അല്ലേ? അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ പായലല്ല കേട്ടോ, ഇവിടെ ഒരു തരം പുല്ലാണ് വളം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിയിലൂടെ തിരിച്ച് നടക്കുന്നു. ക്യാമറ തിരിച്ച് വെച്ച് നടന്നാൽ നിങ്ങളെ കാണിക്കാൻ പ്രശ്നമുണ്ടാവില്ല, പക്ഷേ ഞാൻ കുഴി ചാടും. സോ അതുകൊണ്ട് നമ്മൾ വന്ന വഴിയിലൂടെ ഒരു കുറുക്ക് വഴി ചാടുന്നു. ഇതാണ് നമ്മൾ വന്ന വഴി. വന്ന വഴി മറക്കരുതെന്നൊക്കെ പലരും പറയും. പക്ഷെ നമ്മൾ വന്ന വഴി മറന്നിട്ട് നമ്മൾ കുറുക്ക് വഴി കൂടെ കയറും. ടെങ് ടടെങ്. ഇതൊക്കെ ഷൂട്ടിംഗ് സ്പോട്ടാണ് കേട്ടോ. പല സിനിമകളിലും പലപ്പോഴായിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ. ഇതിൽ നമ്മൾ ഓരോ ലെൻസും ഓരോ ഫ്രെയിമും മാറ്റി വയ്ക്കുമ്പോൾ ഓരോ ബ്യൂട്ടികൾ മാറും. അതാ ക്യാമറമാൻ്റെ
കഴിവനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. अच्छा कैसे कैसे नहीं वो नहीं, ये तो बेच दिया कुछ. क्या? हाँ वेस्ट है. ఇక్కడ कुछ नहीं లేదు, ఇక్కడ లేదురా. തെലുങ്കാണ് കുട്ടി കേട്ടോ. ഇപ്പം നമ്മൾ ഊട്ടിയിലൊക്കെ പോയി ബോട്ടിങ്ങിന് ഇരിക്കുന്ന മാതിരി ഫീലല്ലേ. അപ്പോൾ ഇതും മുംബൈയിലുണ്ട് എന്നാണ് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. നല്ല ഭംഗിയുള്ള ബോട്ടിങ്ങാണ്, നല്ല വ്യൂ ആണ്. ഫാമിലിക്കായിട്ട് വന്ന നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ദിവസം മുഴുവൻ കറങ്ങാനുള്ളതിനകത്തുണ്ട്. മുംബൈയിൽ വന്ന ഒരു ദിവസം മുഴുവൻ നാഷണൽ പാർക്കിൽ കറങ്ങാനുള്ളതുണ്ട്. അവിടെ നമ്മളെന്ത് യൂറോപ്പിലൊക്കെ പോയി നിൽക്കുന്ന പോലെ ഫീലില്ല എന്നൊക്കെ ഞാൻ കുറച്ച് വേണ്ടി അടുപ്പിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ഏതോ കൺട്രിയിലൊക്കെ പോയിരിക്കുന്ന ഒരു ഫീലില്ല എന്നൊക്കെ. ആൾക്കാർ നമ്മുടെ ആൾക്കാരായതുകൊണ്ട് നിങ്ങളങ്ങനെ തോന്നണ്ട. അവിടെ രണ്ട് ഫോറിനറാണ് ഇരിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും സംഭവം. അടിപൊളി അല്ല. പണ്ടത്തെ മരഞ്ചിത്തി പ്രണയത്തിനൊക്കെ പറ്റിയ കീടല സാധനം കാക്ക പോയി. ചെറിയ കടകളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ മറ്റേ റബ്ബർ തോട്ടത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ ഒരു വീഡിയോ, പണിയലിപ്പോൾ ഒരു പോകുന്ന വഴിക്ക്. അപ്പോൾ നമ്മൾ കണ്ട ബ്യൂട്ടി ഇല്ലേ, ആ ബ്യൂട്ടിയുടെ പോലെ തന്നെ ഇരിക്കുന്ന ബ്യൂട്ടിയിൽ നോക്കി. ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ഇറങ്ങി ആ വീഡിയോ ചെയ്യാൻ കാരണം എന്ന്. എന്താ ഇവിടെ ചുറ്റും ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മുഴുവനും. പക്ഷേ ബ്യൂട്ടി ഉണ്ടോ, എന്ത് രസം നോക്കി. ചുറ്റും കടകളും കൊച്ചു കൊച്ചു വ്യാപാര സ്ഥാപനങ്ങളും. നമുക്ക് വെള്ളം കുടിക്കാം, സ്നാക്സ് കഴിക്കാം, കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. അങ്ങനെ ഇതിൽ കയറാനായിട്ട് ഇതിൽ ടിക്കറ്റ് എടുക്കാം. ഈ നാഷണൽ പാർക്കിലേക്ക് ഒരാൾക്ക് കയറാനായിട്ടുള്ള ഫീസ് എന്നുള്ളത് 85 രൂപ ഉണ്ടോ. നോർമൽ ഫോട്ടോഗ്രാഫിക്ക് അലൗഡാണ്, പക്ഷേ ബോട്ടിംഗ് ഫീസ് ഉണ്ട്. ഇതാണ് അവിടെ ഉണ്ട് ബോട്ടിംഗ് ഫീസ്. 2 സീറ്റർ 85, 4 സീറ്റർ 173. അങ്ങനെ വലിയ കത്തിയൊന്നുമില്ല, ഒരു സാധാരണ ലെവലിലുള്ള ചാർജൊക്കെ തന്നെയുള്ളൂ. അവർ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെയാണ്, അപ്പോൾ തന്നെ എല്ലാം അങ്ങനെ മുതലാക്കി എടുക്കണം എന്നുള്ള തോന്നലൊന്നും അവർക്കില്ല. വേണ്ട, ഇവിടുത്തെ ഒരു ബ്യൂട്ടി, ഈ ആംഗിളിൽ നിന്നുള്ള ബ്യൂട്ടി ഉണ്ടോ. നൈസല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ മിക്കവാറുമുള്ള എല്ലാ ആംഗിളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഔട്ടറിൽ നിന്ന് ഒരു ആംഗിൾ കൊണ്ട് ഉണ്ട്, ചെറുതായിട്ട് ഒന്ന് കാണാം. വേണ്ട, ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ബൈ